നമസ്കാരം. പാലത്തായി കേസിലെ അട്ടിമറി നമ്മളൊക്കെ കരുതിയതിനപ്പുറത്തേക്കാണ്. ഒരു നിരപരാധിയെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കാൻ ഒരു കൂട്ടം വർഗീയവാദികൾ നടത്തിയ അതിഭയാനകമായ ഗൂഢാലോചനയ്ക്ക് മുമ്പിൽ ആരൊക്കെ മുട്ടുവളച്ചതിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവ കഥയാണത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പത്മരാജന് ജാമ്യം കൊടുത്തു. ജാമ്യത്തിൽ കഴിയുന്ന പത്മരാജന് ഒന്നും പറയാൻ അവകാശമില്ല. ഹൈക്കോടതി അന്തിമ വിധി വരുന്നതുവരെ പത്മരാജൻ നിശബ്ദമായി താൻ ഇതുവരെ അനുഭവിച്ച വേദന തുടർന്നും അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പത്മരാജനെ കള്ളക്കേസിൽ കുടുക്കിയത്? എന്തുകൊണ്ടാണ് പത്മരാജൻ പൂർണ്ണമായും നിരപരാധിയാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് എന്നിട്ടും പത്മരാജൻ ശിക്ഷിക്കപ്പെട്ടത്? ഈ 3 സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഈ വീഡിയോയിലൂടെ. പത്മരാജൻ കള്ളക്കേസിൽ കുടുങ്ങാൻ കാരണം ഭൂരിപക്ഷം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകനായ പത്മരാജൻ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതാണ്. തുടർന്ന് നടന്ന വലിയ ഗൂഢാലോചനയായിരുന്നു ആ കള്ളക്കേസ്. പത്മരാജൻ നിരപരാധിയാണ് എന്ന് പറയാൻ കാരണം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചിലരെ തൃപ്തിപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി പത്മരാജന് കുറ്റപത്രം കൊടുക്കുന്നു. ആ കുറ്റപത്രത്തിലെ കാര്യങ്ങളെല്ലാം വിചാരണ കോടതിയിൽ മാലപ്പടക്കം പോലെ പൊട്ടിപ്പോകുന്നു. വിചാരണ പരമാവധി നീട്ടാനും കേസ് അട്ടിമറിക്കാനും പ്രോസിക്യൂഷൻ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് വിചാരണ മുൻപോട്ട് പോയി. പക്ഷേ വിചാരണ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വിധി പറയുന്നതിന് മുൻപ് അവിശ്വസനീയമായ അട്ടിമറി നടന്നു. വിചാരണ ചെയ്ത ജഡ്ജിനെ മാറ്റി മറ്റൊരു ജഡ്ജിനെ കൊണ്ടുവരുന്നു. ആ ജഡ്ജ് ഒരു ദിവസം മാത്രം വാദം കേട്ടിട്ട് അതുവരെ നടന്ന വിചാരണയിലെ സകല മെറിറ്റുകളും മാറ്റിവെച്ച് വിധി പ്രഖ്യാപിക്കുന്നു. ഇത്തരമൊരു അട്ടിമറി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകുകയാണ് അഡ്വക്കേറ്റ് പ്രേമരാജൻ. പത്മരാജൻ്റെ അഭിഭാഷകനായ പ്രേമരാജൻ തലശ്ശേരി കോടതിയിലെ ഏറ്റവും പ്രമുഖരായ വിചാരണ വക്കീലന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചത് കേട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും മാറും. കേൾക്കുക. നമ്മുടെ പത്മരാജൻ മാഷിന്റെ കേസ് സ്വാഭാവികമായിട്ട് എത്തിയതാണോ അതോ എന്തെങ്കിലും പേഴ്സണൽ കണക്ഷൻ ഉണ്ടായിട്ട് എത്തിയതാണോ? അല്ല, സ്വാഭാവികമായിട്ട് എന്റെ അടുത്തേക്ക് വന്നതായിരുന്നു. സംഘടനാപരമായിട്ടും ഇതായിട്ടും വന്നതായിരുന്നു. ഓക്കെ. അപ്പൊ ആ കേസിന്റെ മെറിറ്റ് അങ്ങേക്ക് ആദ്യം തന്നെ ബോധ്യപ്പെട്ടു? തീർച്ചയായും. ജാമ്യത്തിന്റെ അന്ന് മുതൽ ഞാനായിരുന്നു ആ കേസിൽ ഹാജരായിക്കൊണ്ടായിരുന്നത്. അല്ല, അപ്പൊ അങ്ങ് ഇവിടെ ട്രയൽ ചെയ്തു അങ്ങ് തന്നെയായിരുന്നു അല്ലേ? ഹൈക്കോടതിയിൽ എസ് രാജീവായിരുന്നു മൂവ് ചെയ്യുന്നത്. ഞാനും അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അല്ല, ഈ മറ്റേ ട്രയൽ കോടതിയിൽ അങ്ങായിരുന്നു ട്രയൽ ചെയ്തത്? ട്രയൽ കോടതിയിൽ മുഴുവൻ വിചാരണ നടത്തിയത് ഞാനായിരുന്നു. അവിടെ കോടതിയെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നത് എനിക്കറിയാമെങ്കിൽ പോലും അങ്ങ് പറയാൻ പറ്റുന്ന പരിമിതിയിൽ എങ്ങനെയാണ് അത്രയും വ്യക്തമായ തെളിവുണ്ടായിട്ടും നഷ്ടപ്പെട്ടതെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായും. കാരണം ഞാൻ ഈ കേസ് വാദം വിചാരണ നടക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു ഡബിൾ മർഡർ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു, ന്യൂമാഹി ഇരട്ടക്കൊല കേസിൽ. അതിന്റെ ഇടയിലും ഞാൻ ഈ കേസ് ഒരു അവധി പോലും മാറ്റാതെയായിരുന്നു ഞാൻ ഈ കേസിൽ ഹാജരാക്കിക്കൊണ്ടുണ്ടായിരുന്നത്. 2 കേസുകളിലും എല്ലാ ദിവസങ്ങളിലും. അങ്ങനെ ആഗസ്റ്റ് മാസം കേസിന്റെ വിചാരണ തീർന്നു. ഒരു വർഷമായിട്ട്, അതായത് വിചാരണ തീരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പ്രധാന സാക്ഷികളെ പ്രോസിക്യൂഷൻ കൊണ്ടുവരാതെ ഹോൾഡ് ചെയ്ത് നീട്ടി കൊണ്ടുപോകുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ട്രയൽ കോടതി ജഡ്ജ് കൃത്യമായ ഡയറക്ഷൻ പ്രോസിക്യൂഷന് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെ പ്രധാന സാക്ഷിയായ IPS ഓഫീസറെയൊക്കെ കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ തയ്യാറായത്. അതും DIG വഴി മെസ്സേജ് അയച്ചിട്ട്. ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ വന്ന ദിവസം പ്രോസിക്യൂട്ടർ അവധിയാവുകയും മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെ കോടതിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അത് കൂടാതെ ഞാൻ ഈ പ്രതിഭാഗം സാക്ഷിയായിട്ട് 2 കൗൺസിലർമാരെയും അതുപോലെ ഈ DW3 ആയിട്ട് അബ്ദുറഹീം എന്ന DYSP ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ക്രൈംബ്രാഞ്ച് ഇതിലെ DYSP ആയിരുന്നു. അദ്ദേഹമാണ് ഇതിലെ 3ാമത്തെ സംഭവം എന്ന് പറഞ്ഞ് കൊയിലൂർ എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി സുന്ദരനായ വേറൊരാൾ 5000 നമ്പറിൽ വന്ന ഒരാൾ ബൈക്കിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നും അതിനുശേഷം മാഷ് കുട്ടിയെ തിരികെ എത്തിച്ചു എന്നും ഉള്ള ഉമ്മയുടെ പരാതി 2/5/2020 ഉമ്മ ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി സാറിന് പരാതി നൽകുന്നത്. ആദ്യത്തെ അന്വേഷണ സംഘം ഇത് അന്വേഷിച്ചില്ല എന്നും കുട്ടിക്ക് ഈ പരാതി എന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അത് ക്രൈംബ്രാഞ്ച് പ്രത്യേക എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി. അദ്ദേഹം അതിൽ ഫൈൻഡിങ് പറഞ്ഞിരിക്കുന്നത് ഇത് പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ് ആയി ഉണ്ടാക്കിയ കേസാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്. ആ രേഖ ഞാൻ എക്സിബിറ്റ് D 155 ആയിട്ട് കോടതി മുമ്പാകെ മാർക്ക് ചെയ്തു.
ഹാജരാക്കിയിരുന്നു. തുടർന്ന് വിചാരണ, അതായത് ആഗസ്റ്റ് 20-നോളം വാദം കഴിഞ്ഞു, ആർഗ്യുമെന്റ് നോട്ടീസ് കൊടുത്തു. പിന്നീട് 3 ദിവസം തുടർച്ചയായി വാദത്തിന് വേണ്ടിയിട്ട് വിചാരണ കോടതി വെച്ചു. പക്ഷെ പ്രോസിക്യൂഷൻ ഓരോ ദിവസവും ഓരോ ഒഴിവുകൾ പറഞ്ഞ് കേസ് മാറ്റുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ ആഗസ്റ്റ് 30 ആവുന്ന സമയത്ത് ഇപ്പൊ എന്തായാലും ഓർഡേഴ്സിന് വിധി പറയാൻ വേണ്ടി ഞാൻ ഈ കേസ് എടുക്കുന്നു എന്ന് കോടതി പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ആ പ്രസ്തുത ജഡ്ജിക്ക് ഫോർത്ത് വിത്ത് ആയിട്ട് ഫാമിലി കോടതി തലശ്ശേരിയിലേക്ക് ട്രാൻസ്ഫർ വരുന്നത്. അതായത് ഈ ഫുൾ വിചാരണ നടത്തിയ ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്തു. അതെ, ഫോർത്ത് വിത്ത് ആയിരുന്നു എന്ന് വെച്ചാൽ ഉടൻ പ്രാബല്യത്തിൽ. ജില്ലാ ജഡ്ജി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഉടൻ പ്രാബല്യത്തിൽ ഫാമിലി കോടതി തലശ്ശേരിയിൽ ചാർജ് എടുക്കുക എന്നായിരുന്നു നിർദ്ദേശം. ജില്ലാ ജഡ്ജിയുടെ ഇല്ലാതെ തന്നെ എടുക്കുകയായിരുന്നു നിർദ്ദേശം. തുടർന്നായിരുന്നു കണ്ണൂർ അതിവേഗ കോടതി ജഡ്ജിക്ക് ഈ കോടതിയുടെ അധിക ചാർജ് 3 ദിവസത്തേക്ക് നൽകിയത്. അധിക ചുമതല കൊടുത്തതാണ് 3 ദിവസത്തേക്ക്. അതെ. ഈ കോടതിയുടെ പുതിയ ജഡ്ജിനെ നിയമിച്ചിരുന്നില്ല. അങ്ങനെ അവർ വന്നത് ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഈ കേസ് ഒരു ദിവസം മുഴുവനായിട്ടും ഞാൻ വാദം പറഞ്ഞു, ആർഗ്യുമെന്റ് നോട്ട്സ് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് വായിച്ചു നോക്കട്ടെ, ഒരുപാടുണ്ടല്ലോ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം 2-3 പോസ്റ്റിംഗ് വെച്ചു. ആ 2-3 പോസ്റ്റിങ്ങുകളിലും ഞാൻ പ്രസ്തുത കോടതിയിൽ പോയിരുന്നു എന്നും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വക്കീലിനോട് ക്ലാരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു. അതിനിടയിൽ എനിക്ക് ഞാൻ അറിയാതെ അതായത് ഈ സ്കൂളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ, ഒറിജിനൽ അറ്റൻഡൻസ് രജിസ്റ്റർ കോടതി കോൾ ഫോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കോൾ ഫോർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്താണ് ഡിഫൻസ് ലോയറായി ഞാൻ ആ വസ്തുത അറിയുന്നത്. കാരണം അറ്റൻഡൻസ് രജിസ്റ്ററിൽ കൃത്രിമം ഉണ്ട് എന്നായിരുന്നു ഒരു ആരോപണം. അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നോട്ടീസ് നൽകാതെയും എന്നെ അറിയിക്കാതെയും കോടതി സ്വമേധയാ ആ ഒരു അറ്റംപ്റ്റ് സ്റ്റെപ്സ് എടുത്തിരുന്നു ഈ കേസിൽ. അത് കൂടാതെ കേസിൽ വിസ്തരിക്കാത്ത സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പല ഒബ്സർവേഷൻസും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കൗൺസിലർമാരുടെ, അതായത് പിന്നീട് വിസ്തരിക്കാത്ത സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുക, മൊഴി ജഡ്ജ്മെന്റിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിസ്തരിക്കാത്ത സാക്ഷികളുടെ, അതായത് പെറ്റീഷൻ എൻക്വയറി പ്രകാരം ചോദ്യം ചെയ്ത് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി. ഞാൻ കോടതിയിൽ നേരിട്ട് വിസ്തരിക്കാത്ത സാക്ഷികളുടെ പോലീസിന്റെ CD-യിലുള്ള മൊഴികൾ, അതിൽ CD-യിലുള്ള കേസ് ഡയറിയിലുള്ള മൊഴികൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഒരു വിചാരണ കോടതി ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ മൊഴികൾ അടിസ്ഥാനത്തിൽ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിലും അത്ഭുതം, ഈ കേസില് 117-ാമത്തെ ഖണ്ഡികയില് ജഡ്ജ്മെന്റിന്റെ ഈ പൊയിലൂര് കൊണ്ടുപോയി കുട്ടിയെ 3-ാം ദിവസം പീഡിപ്പിച്ചു എന്നുള്ളത് പോലീസ് പ്രതിക്ക് വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ, അന്വേഷണത്തില്. അതെ, കോടതിയുടെ കണ്ടെത്തൽ, ട്രയൽ കോടതിയുടെ കണ്ടെത്തൽ. അതിന് പറഞ്ഞിരിക്കുന്ന അവർ വെച്ചാൽ ഡിഫൻസ് ഡിഡ് നോട്ട് ക്രോസ് എക്സാമിൻ DW3. DW3 is the defense witness. പ്രോസിക്യൂഷൻ അത്ര പോലും ജുഡീഷ്യൽ ആ ഒരു ഇതിലേക്ക് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ കൊണ്ടുവന്ന സാക്ഷിനെ ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല എന്ന് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെന്റിൽ വെഡിറ്റിൽ വരണമെങ്കിൽ അത് അതിലൊരു തീരെ ലോജിക്കില്ലാത്ത ഒരു ഫൈൻഡിങ് ആയിരുന്നു അത്. നമ്മൾ സ്കാൻഡലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും, കോടതിയെ സ്കാൻഡലൈസ് എങ്കിൽ പോലും എന്തോ ഒരു അദൃശ്യ ഇടപെടലും അട്ടിമറിയും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെ? എന്നെ സംബന്ധിച്ചിടത്തോളം അഭിഭാഷ എന്ന രീതിയിലും വിചാരണ നടത്തി ഇനിയും തുറന്നും അഭിഭാഷ ലോകത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരാളെന്ന രീതിയിലും, കാരണം എനിക്ക് ഇപ്പൊ ജഡ്ജ് ഷുഡ് നോട്ട് ഫോളോ ദി ജഡ്ജ്മെന്റ്, അതാണ് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേസിൽ അശേഷം ഭയം ഉണ്ടായിരുന്നില്ല. കാരണം വിചാരണ കേട്ട ജഡ്ജായാലും പുതിയ വാദം കേൾക്കുന്ന ജഡ്ജായാലും കാര്യങ്ങൾ നമുക്ക് ആ ജഡ്ജിനെ, നമ്മൾ വ്യക്തികളെയല്ല, നമ്മൾ ജഡ്ജ് ഷുഡ് നോട്ട് ഫോളോ ദി ജഡ്ജ്മെന്റ്, അതാണ് പോളിസി, അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നീതിയിൽ ഇപ്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്, കാരണം ആ ജഡ്ജ്മെന്റിലുള്ള പല അപാകതകളും എനിക്ക് ഹൈക്കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കാൻ പറ്റി. അതാണത് ഉണ്ടായത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഫോറങ്ങളിലല്ലല്ലോ നമ്മളിപ്പോ ആ ജുഡീഷ്യൽ വ്യൂവിനെ, അവരുടെ ജുഡീഷ്യൽ വ്യൂവിനെ നമ്മൾ വിമർശിക്കേണ്ടത് ഉന്നത ജുഡീഷ്യൽ ഫോറത്തിലാണ്. ശരി, പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്ന് പറയാനുള്ള പ്രധാന പോയിന്റുകളൊന്ന് പറയാമോ? ഒന്ന് പറയാം. ഈ കേസില് സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് പരാതി നൽകുന്നത്.
പരാതി നൽകുന്നതിന് ഒരാഴ്ച മുമ്പേ ഈ കേസിലെ പ്രോസിക്യൂഷന്റെ ലോയൽ വിറ്റ്നസ് ആയ ലൈല ബി ടീച്ചർ ഉണ്ട്, 11ാം സാക്ഷി. സാക്ഷി ഈ കുട്ടിയുടെ മാമന്റെ വീട്ടിൽ പോയ സമയത്ത് മാഷെ എന്തെങ്കിലും കേസിൽ പെടുത്തി ഒഴിവാക്കി കൂടെ ടീച്ചറെ എന്ന് മാമൻ ചോദിച്ചായിട്ട് ടീച്ചർ കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അത് കാരണം 2019 ഡിസംബറിൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അത് പ്രകാരം സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് മാഷ് അതിനെതിരെ അതിനനുകൂലമായി പോസ്റ്റ് ഇടുകയും അതിന് ആ പ്രദേശത്തെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പള്ളികളിലും മറ്റും ചർച്ച നടത്തി മാഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരു ഫത്വ പുറപ്പെടുവിച്ച രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കോടതി മുമ്പാകെ. മാനേജ്മെന്റ് സ്കൂളാണോ? എയ്ഡഡ് സ്കൂളാണ്, മാനേജ്മെന്റ് സ്കൂളാണ്. മുസ്ലിം മാനേജ്മെന്റ് ആണോ? 450ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. മുസ്ലിം മാനേജ്മെന്റ് ആണോ? അല്ല, ഹിന്ദു മാനേജ്മെന്റ് ആണ്. പക്ഷെ കുട്ടികൾ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. തുടർന്ന് 40ഓളം കുട്ടികൾ അവരെ TC വാങ്ങി പോകുമെന്ന് പറയും. അവിടെ ഡിവിഷൻ പാൽ ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് മാഷിനെ മാനേജ്മെന്റ് നിർബന്ധിച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞാണ് ഈ ആരോപണവും പരാതിയും കേസും വരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ലോക്കൽ പോലീസിന് ഇതിൽ സംശയം ഉണ്ടായിരുന്നു. ആദ്യ അന്വേഷണം നടത്തിയ പനൂർ CI ശ്രീജിത്ത് 12ഓളം വസ്തുതാ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച സമയത്തും അവരും ഈ കുട്ടിയുടെ മൊഴി നേരിട്ടെടുക്കാതെ സോഷ്യോ സൈക്കോ കൗൺസിലറുടെ സഹായത്തോടു കൂടിയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അത് പ്രകാരം കുറ്റപത്രം സയന്റിഫിക് ആയി കുട്ടിയുടെ ഫോൺ മാഷ് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയം ഒന്ന് രാവിലെ 11:30 മണിയാണ് ഇന്റർവെൽ സമയം. രണ്ടാമത് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ശേഷം ലഞ്ച് ഇന്റർവെൽ സമയമാണ്. 400ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. കുട്ടികൾ ഇന്റർവെൽ സമയങ്ങളിൽ ബാത്റൂമിൽ പോകുന്നു. ആകെ 6 ശുചിമുറിയാണ് ഉള്ളത്. ആ ശുചിമുറി ക്ലാസ് റൂമിൽ നിന്ന് സ്റ്റേജ് ക്ലാസ് റൂമിൽ നിന്ന് കഷ്ടിച്ച് 2 മീറ്റർ മാറിയാണ്. ആ ഒരു സ്ഥലത്ത് വെച്ച് പിന്നെ മാഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് മാഷക്ക് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പീഡിപ്പിച്ചത് കൂടാതെ മാഷ് നഗ്നമായി ഫോട്ടോ എടുത്തു എന്നാണ് മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നത്, അതിശക്തമായ ആരോപണം. അത് മറ്റൊരു മാഷിന്റെ ഫോണിൽ അതിൽ നിന്നും കുട്ടിയുടെ മാതാവിന്റെയിലേക്ക് അയച്ചു കൊടുത്തു. ഇതായിരുന്നു ആരോപണം. ഇതൊക്കെ ശാസ്ത്രീയമായി വരുന്ന സമയത്ത് ഈ ആരോപണങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ കോടതി മുമ്പാകെ വിസ്തരിക്കുന്ന സമയത്ത് അതിജീവിത ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലപാടായിരുന്നു എടുത്തത്. അതുപോലെ ഈ പൊയിലൂർ കൊണ്ടുപോയി എന്നുള്ള ആരോപണവും അവർ പൂർണ്ണമായും കോടതിയിൽ നിഷേധിച്ചു. അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കളവാണ് എന്ന് തെളിഞ്ഞ സമയത്ത് അത് കോടതിയിൽ നിഷേധിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് ഇതിൽ 128ഓളം കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് കുട്ടിയുടെ മൊഴികൾ, വ്യത്യസ്ത മൊഴികളിൽ. ആ ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി ഈ പ്രസ്തുത സമയങ്ങളിലും സാഹചര്യങ്ങളിലും മാഷ് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. അദ്ദേഹം സ്കൂളിൽ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് പീഡിപ്പിക്കാൻ ഒരു സാഹചര്യം എന്നാണ് അടുത്ത ചോദ്യം വന്നത്. ഡേറ്റ് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അതായത് ആദ്യം പറഞ്ഞത് FIR-ൽ പറഞ്ഞിരിക്കുന്നത് ജനുവരി 15-ന് ബാത്റൂമിൽ മുമ്പും അതിനുശേഷം ബാത്റൂമിൽ വെച്ച് 2 കൈകളും കെട്ടി ഷാള് വായിൽ തിരികി മാഷിന്റെ മുണ്ടഴിച്ച് മടക്കി കൊട്ടി കഷ്ടിച്ച് 90 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള ഒരു ടോയ്ലറ്റ് ആണത്, ശുചിമുറിയാണ്. അതിന്റെ ഉള്ളിൽ വെച്ചാണ് ക്ലാസ് നടക്കുന്ന സമയം 2 പീരീഡ് സമയം മാഷ് കുട്ടിയെ അതിജീവിതയെ പീഡിപ്പിച്ചതായിട്ട് ആരോപിച്ചത്. കാരണം ഈ സമയത്ത് തൊട്ടടുത്തുള്ള ക്ലാസ്, ഈ ബാത്റൂമിലേക്ക് വരുന്നത് തൊട്ടടുത്തുള്ള ക്ലാസ് റൂമിന്റെ ആളുകൾക്ക് കൃത്യമായിട്ട് പോകുന്നതും വരുന്നതും കാണാൻ പറ്റുന്നതാണ്. അത് കൃത്യമായിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫൻസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കേസിൽ ഉണ്ടായിരുന്ന തെളിവുകൾ എന്ന് പറയുന്നത് അതായത് ആദ്യ കുറ്റപത്രം കൊടുത്തത് ഈ പോക്സോ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആദ്യ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ മൗസൂദ് നായർ നൽകിയത്. അന്ന് SP സന്തോഷായിരുന്നു, സന്തോഷ് കുമാർ. അദ്ദേഹം TB കേസൊക്കെ അന്വേഷിച്ച അദ്ദേഹം സൂപ്പർവൈസിംഗ് ഓഫീസർ. വിവിധ ജില്ലകളിൽ നിന്നുള്ള 4, 5, 6 ഉദ്യോഗസ്ഥന്മാരെ ആയിരുന്നു ഈ കേസിൽ IG സെലക്ട് ചെയ്തത്. കാരണം ഈ ആരോപണം ഉള്ളത് കൊണ്ട്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്ത ആളുകള് കൃത്യമായിട്ട് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇതിന് സാധ്യതയില്ല, ഈ ആരോപണം രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ ഈ മറ്റുള്ള കാരണങ്ങളാലാണ് ഈ ആരോപണം വന്നത് എന്ന് തെളിയിച്ചു. അതിനുശേഷം ആദ്യ കുറ്റപത്രം കൊടുത്തതിന് ശേഷം അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരണ കോടതി മുമ്പാകെ
ഒരു ഹർജി നൽകുകയും ഈ കേസിൽ ഇങ്ങനെ കുറ്റപത്രത്തിൽ നൽകിയതിനെ കുറിച്ച് ആരോപണമുണ്ടെന്നും അയാൾ നിരപരാധിയാണെങ്കിൽ അത് തെളിയണം, പ്രതിയാണെങ്കിൽ അത് തെളിയണം, അതുകൊണ്ടൊരു വനിതാ IPS ഓഫീസറിന്റെ നേതൃത്വത്തിൽ കുട്ടിയുടെ മൊഴി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ വഴി റെക്കോർഡ് ചെയ്യണം, കൗൺസിലേഴ്സിന്റെ സഹായം നൽകണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ നൽകുകയും അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ രീഷ്മ രമേശൻ എന്ന വനിതാ IPS ഓഫീസർ ഈ അന്വേഷണത്തിന്റെ ഭാഗമാവുകയും അവർ കുട്ടിയുടെ അധിക മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴികൾ മുഴുവൻ കോടതിയിൽ കുട്ടി നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. അവർ അത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അപ്പൊ ഞാൻ ക്രോസ് എക്സാമിനേഷനിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ കാരണം? അന്നേരം കുട്ടി മുൻപ് നൽകിയ മൊഴികൾ പിന്നീട് വരുന്ന സമയത്ത് മാധ്യമങ്ങളിലും മറ്റും അത്തരം മൊഴികൾ നൽകിയിട്ടില്ല എന്നും പോലീസ് കളവായി എഴുതിയതാണ് എന്നും ആരോപണം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവ ഓഡിയോ വീഡിയോ വഴി റെക്കോർഡ് ചെയ്തെന്ന് കോടതി മുമ്പാകെ അവർ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനുശേഷം ഈ കേസില് പിന്നെയും 3 മാസത്തോളം ശ്രീ മസൂദ് നായർ അന്വേഷണം നടത്തി. ശാസ്ത്രീയ പരിശോധനകൾ റിപ്പോർട്ട് ലഭിച്ചു. എല്ലാ റിപ്പോർട്ടും കുട്ടിയുടെ വാദത്തിനെതിരാണ് എന്ന് കണ്ടു. ആ സമയത്താണ് ഈ കേസ് മാറ്റിയിട്ട് TK രത്നകുമാർ എന്ന ലോക്കൽ പോലീസിലെ ഒരു DYSPയെയും CPM അനുകൂല സംഘടനയിൽപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയും ഈ കേസിലെ അന്വേഷണ ടീമായിട്ട് മാറ്റി നിശ്ചയിക്കുന്നത്. അവരാണ് ഈ കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്.